എയർ ക്യാമ്പിൽ നിന്നുള്ള വിശദാംശങ്ങൾ CK അഭിലാൽ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അഭിലാലിലേക്ക് കൂടി നമുക്ക് പോകാം. അഭിലാൽ, പറഞ്ഞു വന്നത് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എയർ ക്യാമ്പിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് വാദിച്ചു നിൽക്കാനാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുൻപ് നടന്ന 2 പരാതി, അതുമായി ബന്ധപ്പെട്ട് പരസ്പര സമ്മതമുണ്ടായിരുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരാതിയിൽ പറയുന്നത് കാര്യങ്ങൾ അങ്ങനെയല്ല. ക്രൂരമായ ബലാത്സംഗമുണ്ട്, നിർബന്ധിത ഗർഭചിത്രമുണ്ട്, സാമ്പത്തിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതിന്റെ തെളിവുകളുമുണ്ട് എന്ന് പറയുന്നു. ഒരേ സമയം ഒന്നിലധികം യുവതികൾ സമാന സ്വഭാവത്തിലുള്ള പരാതികൾ ഉന്നയിക്കപ്പെടുന്നു. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പരാതികളെ വ്യത്യസ്തപ്പെടുത്തുന്നത്. മുൻപ് സംസ്ഥാന മന്ത്രിമാരും MLA അടക്കമുള്ള ആളുകൾക്കെതിരെ ചില ലൈംഗിക ആരോപണ കേസുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതിനൊന്നും പുതുമയില്ല. എന്നാൽ രാഹുലിനെതിരെ ഒരേ സമയം ഒന്നിലധികം പരാതികൾ മറ്റു കോണുകളിൽ നിന്നൊക്കെ തന്നെ വരുന്നു എന്നുള്ളതാണ് രാഹുലിനെ സംബന്ധിച്ച കേസിനെ വ്യത്യസ്തപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ ആദ്യത്തെ 2 കേസുകളിലും നിയമസഹായത്തിലൂടെ രക്ഷപ്പെട്ടു നിൽക്കാൻ താൽക്കാലികമായി െങ്കിലും രാഹുലിന് സാധിച്ചെങ്കിൽ ഇക്കുറി അത് അസാധ്യമാവുകയാണ്. നിയമസഹായം തേടാനുള്ള പഴുതുകളൊക്കെ തന്നെ അടച്ച് അതീവ രഹസ്യമായ നീക്കമാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ രാഹുലിനെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് രാഹുൽ ജയിലിലേക്ക് ആണ് എന്നുള്ള വാർത്തയാണ്. ഇന്ന് ഏതെങ്കിലും കോടതിയിൽ സമീപിക്കാനുള്ള സാവകാശമില്ല, ഞായറാഴ്ച ദിവസമാണ് എന്നതിനാൽ തന്നെ ചുരുക്കത്തിൽ രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസിലെ വകുപ്പുകൾ പരിശോധിക്കുമ്പോൾ രാഹുൽ തീർച്ചയായും ജയിലിലേക്കാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യലാണ് ഇനി പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ആയിരിക്കും ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുക, മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും. ചുമത്തപ്പെട്ട വകുപ്പുകളുടെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഗർഭചിത്രത്തിനായി നിർബന്ധപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ലൈംഗികമായ ചൂഷണം, ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും അതിൻ്റെ ഫലം എന്നുള്ളത് റിമാൻഡ് തന്നെയായിരിക്കും. ചുരുക്കത്തിൽ ഏതാനും ദിവസം ഇനി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ തന്നെ ആണ് കാണാൻ കഴിയുക. അത്തരത്തിലേക്ക് സാഹചര്യം മാറിയിരിക്കുന്നു. നിയമസഭാ അംഗം എന്നുള്ള നിലയിലുള്ള ചില പരിരക്ഷകൾ നിയമപരമായി അദ്ദേഹത്തിന് ലഭ്യമാണ് എങ്കിൽ അത്തരത്തിലുള്ള അനുമതികൾ കൂടി നേടിക്കൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം അതീവ രഹസ്യമായ നീക്കത്തിലൂടെ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. തിരുവല്ല സ്വദേശിനിയായിട്ടുള്ള പരാതിക്കാരി നിലവിൽ വിദേശത്താണ് ഉള്ളത്. അവർ ഇമെയിൽ മുഖേന ഒരാഴ്ച മുൻപ് അന്വേഷണ സംഘങ്ങളെ ബന്ധപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് അവരുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടുകയും പിന്നീട് അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളാണ്. മുൻപുള്ള 2 പരാതികൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പരാതി തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് യുവതി വെച്ചിട്ടുണ്ട്, തെളിവുകൾ ഉൾപ്പെടെയുണ്ട് എന്നുള്ളത് ഈ കേസിനെ സ്ട്രോങ് ആക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം.